ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 95. ധ്യാനയോഗം. ശ്ലോകം 1-2. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 1. ആദൗ ഹൈരണ്യഗർഭീം തനുമവികലജീവാത്മികാമാസ്തിതത്വം ജീവത്വം പ്രാപ്യ മായാഗുണഗണാ ഖജിതോ വർത്തസേ വിശ്വയോനേ തത്തോദ്ധൃത്വേന സത്വേന ദുഗുണയുഗളം ഭക്തിഭാവം ഗതേന ചിത്വാ സത്വം ജഹിത്വാ പുനരനുഭവിതോ വർത്തിതാഹേ ത്വമേവാം. അന്വയം. അർത്ഥം: വിശ്വയോനെ, അല്ലയോ പ്രപഞ്ച കാരണനായ ദേവ, തും, അങ്ങേ, ആദൗ, ആദിയിൽ, അവികല ജീവാത്മികാം, എല്ലാ സൂക്ഷ്മ ശരീരങ്ങൾക്കും സമഷ്ടിയായിരിക്കുന്നവനും, ഹൈരണ്യഗർഭീം, ഹിരണ്യ ഗർഭന്റേതായ തനും ശരീരത്തെ, ആസ്ഥിതക പ്രാപിച്ചവനായി, ജീവത്വം ജീവാവസ്ഥയെ പ്രാപിച്ചു, മായാഗുണഗണ ഖചിതഃ, മായാകാര്യങ്ങളായ മഹത്വാദികളോട് ബന്ധപ്പെട്ട് വർത്തസേ വർത്തിക്കുന്നു. തത്ര, ആ ഗുണങ്ങളിൽ, ഉത്രുത്വേന, വളരെ വളർന്നതും, ഭക്തിഭാവം, ഭക്തിഭാവത്തെ, ഗതേന, പ്രാപിച്ചതുമായ, സത്വേന, തു, സത്വഗുണം കൊണ്ട്, ഗുണയുഗളം, രജസ്തമസിനെയും, ചിത്വ, കളഞ്ഞ്, സത്വം, ഒടുവിൽ സത്വത്തെയും, ഖിത്വ, കളഞ്ഞിട്ട്, പുന, പിന്നെ, അനുപഹിത, കാര്യകാരണ വ്യവധാനത്താൽ പൂർണ്ണനായിരിക്കുന്ന, ത്വം ഏവ, അങ്ങു തന്നെയായി, വർത്തിതാഹേ, വർത്തിക്കുമാറാകണമേ. ഹരി ഓം. സാരം: വിശ്വകാരണനായ ദേവ, ലയം കഴിഞ്ഞു സൃഷ്ടി ആരംഭിക്കുന്ന സമയത്ത് എല്ലാ സൂക്ഷ്മ ശരീര സ്വരൂപത്തോടു കൂടിയ ഹിരണ്യ ഗർഭ ശരീരമായി അതിൻ്റെ സ്ഥൂല വൃഷ്ടിരൂപമായ അവസ്ഥ കൈവരിച്ച് മായാകാര്യങ്ങളായ മഹദഹങ്കാരാദി തത്വങ്ങളുടെ ബ്രഹ്മത്തോടു കൂടിയവനായി ഭക്തി എന്ന അവസ്ഥ പ്രാപിച്ച് സത്വം കൊണ്ട് രജസ്തമസുകളെ അകറ്റി സത്വത്വാൻ സത്വത്തെയും നീക്കി കാര്യകാരണ ഭേദ അവസ്ഥയായ നിർഗുണ നിരാകാര ബ്രഹ്മസ്വരൂപമായ അങ്ങു തന്നെയായി ഞാൻ തീരുമാറാകണം. ഹരി ഓം. ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 2. സ്വത്തുന്മേഷാൻ കദാചിൻ ഖലു വിഷയരസേ ദോഷബോധേ വിഭൂമൻ ഭൂയേപ്യേഷു പ്രവർത്തി സതതമസി രജസി പ്രോക്തദേതുൻവിയാരാം ചിത്തം താപൻ ഗുണാച്ഛ ഗ്രരിതമിഹമിധാസ്താനി സർവാണി രോദ്ധും തുര്യേ തുയ്യേക ഭക്തി ശരണമിതി ഭവാൻ ഹംസരൂപീനകാരീൻ. അന്വയം. അർത്ഥം: ഭൂമൻ, ഭഗവൻ, സത്വോന്മേഷാൻ, സത്വ ഗുണവികാസത്താൽ, കഥാചിത് ഖലു, ചിലപ്പോൾ, വിഷയരസേ, വിഷയസുഖത്തിൽ, ദോഷബോധേ അഭി, ദോഷമെന്ന ബോധമുണ്ടെങ്കിലും, സതതമസി രജസി, തമസോടുകൂടിയ രജസ്സുകളും, പ്രോത്തതേ, വളരെ വളരുമ്പോൾ, ഭുയാഭി, വീണ്ടും, യേശു, ഇവയിൽ, വിഷയങ്ങളിൽ, പ്രവൃത്തി, ദുർനിവാര, തടയാനാവുകയില്ല, താപൻ, അപ്പോൾ വരെ, ചിത്തം, മനസ്സും, ഗുണാച്ച, ഗുണങ്ങളും,
മിഥ തമ്മിൽ, ഗ്രഥിതം ബന്ധപ്പെട്ടിരിക്കുന്നു. ഇഹ ഇവിടെ, താനി അവിടെ, സർവാണി എല്ലാറ്റിനെയും, അരോധും തടയുന്നതിനെ, തുജിയെ മൂന്നിനെയും കടന്ന് നാലാമത്തേതായ, ത്വയി അങ്ങയിൽ, ഏകഭക്തി ഏകാന്ത ഭക്തി മാത്രം, ശരണമിതി ശരണമെന്നെ, ഹംസരൂപി ഹംസരൂപനായ, ഭവാൻ അങ്ങേ, നെഗാദീൻ പറഞ്ഞു. ഹരിവു. സാരം: ജനങ്ങൾക്ക് ചിലപ്പോൾ സത്വഗുണം വളരാം. അപ്പോൾ വിഷയസുഖ അനുഭവം ദോഷമെന്നേ മനസ്സിലാകാം. പക്ഷേ വീണ്ടും തപസ്സും രജസും ആക്രമിച്ച് സത്വത്തെ കീഴ്പ്പെടുത്തിയാൽ വിഷയാഭിലാഷം ഉണർന്നു പ്രവർത്തിക്കും. അപ്പോൾ ആ വിഷയ സുഖാസക്തി വാസനയായി മാറും. അതിനാൽ ചിത്തത്തെ വിഷയങ്ങളിൽ നിന്നകറ്റി നിർത്താൻ ഒരേ ഒരു മാർഗം ജാഗ്രത് സ്വപ്ന സുഷുപ്ത്യാതീതനായിരിക്കുന്ന സാക്ഷാൽ ഭഗവാനിൽ ഏകാന്തമായ ഭക്തി വർദ്ധിക്കുകയാണ് എന്ന് സനകാദികൾക്ക് ഹംസരൂപിയായ വിഷ്ണു ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട്. ഹരിവും.